ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ അധ്യാത്മരാമായണം നിത്യപാരായണം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് 11-ാമത്തെ, ഇന്ന് കർക്കിടകം 11, വായന 12-ാം ദിവസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തസ്തത്. രാമായണ സ്തുതികളോടുകൂടി ഇന്നത്തെ പാരായണം ആരംഭിക്കുകയാണ്. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണാമി തുഞ്ചത്കാചാര്യപാദം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി. ശ്രീരാമചന്ദ്രചരണോ ഭജസാ ഗൃണാമി. ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി. ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. ശ്രീരാഘവം ദശരഥാന്വയമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാഗരവശകരം നമാമി. രാമം നിശാചരവിനാശകരം നമാമി. അതുലിതബലധാമസ്വർണശൈലാപദേഹം ധനുജവനകൃശാനാം ജ്ഞാനിനാമഗ്രഗണ്യം സകലഗുണനിധാനം വാനരാണാമധീശം രഘുപതിവരദൂതം വാദജാതം നമാമി. രഘുപതിവരദൂതം വാദജാതം നമാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈകിളിപ്പെണ്ണെ ശ്രീരാമ ചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഇന്ന് കടലായി കൃഷ്ണന്റെ തൃച്ചരണങ്ങളിൽ രാമായണം അധ്യാത്മരാമായണം നിത്യപാരായണം. ഇന്ന് ആരണ്യകാണ്ഡത്തിലെ വിരാതവധം മുതലാണ് പാരായണം ചെയ്യേണ്ടത്. സമ്പൂർണ്ണ രാമായണം ഉള്ള ദിവസം വളരെ കുറച്ച് മാത്രം പാരായണം ചെയ്യുന്നത് കൊണ്ട് വേറെ എവിടെയും പാരായണങ്ങൾ ഇല്ലാത്ത ദിവസം കുറച്ചധികം പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്നന്ന് പാരായണം ചെയ്യേണ്ടതല്ല കടലായിൽ പാരായണം ചെയ്യുന്നത്. ഓം ശ്രീകൃഷ്ണായ നമുക്ക് അന്നേരമാശു കാണായി വരുന്നതു ഉന്നതമായ മഹാസത്വമത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം ഖരാളോജ്വല ദ്രംഷ്ടാനിതം വക്രഗഹ്വരം ഘോരാകാരമാരുണ്യ നേത്രം വാമസംസ്തന്യസ്ത ശൂലാഗ്രത്തിലുണ്ടു ഭീമശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണ മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി കച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും
ഉച്ചത്തിൽ അലറി വന്നിരിനാനതു നേരം. ഉത്താനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരൻ, ഉണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘൂതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പിടിയായതുമെടു, വല്ല ജാതിയും വരി പാലിച്ചു കൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതു മുന്നിളകാതെ ഒന്നുടനെടുത്തിതു രാക്ഷസപ്രവരനു. നിഷ്ഠൂര തരമവനിട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിടും നാദം പോലെ. ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം ദുഷ്ടകോപേനെ ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും, ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിയിലിപ്പോൾ. നിൽക്കുന്നീ ദസ്തഭയം ചാപതൂണീരബാണ വൽക്കല ജടകളും ധരിച്ചു മുനിവേഷം. കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചിന ഭയം വിന ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊല്ലിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇച്ഛാകു കുലനാഥൻ മന്ദഹാസാനന്തരം. രാമനിൻ എനിക്കു പേരെന്നുടെ പത്നികൾ, രാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമം, ഇവനും സോദരൻ. ഉത്തിതു വനാന്തരം ജനക നിയോഗത്താൽ. രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിക്കാനരീകമേ. ദുർഗാരാഘവ വാദ്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു ശാലവും പറിച്ചോങ്ങി. വൃദ്ധരാം നിശാചരൻ രാഘവനോടു ചെന്നാൻ, ശക്തനാം വിരാതരൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രലോകത്തിൽ എന്നെ ആരറിയാതെയുള്ള എത്രയും മൂടാത്മവാൻ എന്നിവ ധരിച്ചേ ഞാൻ. മൽഭയം നിമിത്തമായി തങ്കച്ചി ഇങ്ങോട്ട് വന്നിട്ട് മൽഭയം നിമിത്തമായി താപസന്മാരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടി എങ്ങാനും ഓടിപ്പോയിനല്ലായെങ്കിലെനിക്കിപ്പോൾ പിന്നീടും വിഷപ്പടക്കിടുവൻ ഭവന്മാരാൾ. ഉത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി തത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ. തത്വരമടുത്തതു കണ്ടപ്പോൾ രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ അസ്ത്രങ്ങളറുത്തപ്പോൾ. ശുദ്ധിച്ചു രാമം പ്രതി വക്രവും പിളർന്നതി. സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഗണ്ണിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനിതു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാൻ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗ്ഗേ. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭ കാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും. രാഘവം പ്രണതാപ്തിഹാരിണം ഋണാകാരം രാഘേന്ദു മുഖം ഭവ ഭഞ്ജനം ഭയഹരം. ഇന്ദീവരദളശ്യാമ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിത പദം. സുന്ദരം സുകുമാരം സുഹൃദീജനമനോ മന്ദിരം രാമചന്ദ്രം ജഗദാമധീരാമം. വന്നിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ, ഞാനൊരു വിദ്യാധരൻ, കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ. ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപ ബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. സന്തതമിനിച്ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്യ. വാണികൾ കൊണ്ടു നാമ കീർത്തനം ചെയ്യാകീണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകീണം.
സ്തോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം. നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം. ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ. നമസ്തേ രാമായാത്മരാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കേണം. ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിരുന്നീ. നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി. അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങിനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ല എന്നെ. ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാബേനെ പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ആദിത്യം ചെയ്തു ാനന്ദമൊക്കൊണ്ട് തരുവന്നവരും ചെയ്തു. ഞാൻ നീ കണ്ണാളുണ്ട് വാസിയാലേ ആദ്യവിദ്യാലയ കവിതാപരിതരമാദിത്യേനല്ലോ ജ്ഞാനമേല്ല മത്തനാശ്വരൻ കണ്ടു മമ കുഞ്ഞുലാക്കി നീയെ ജ്യേഷ്ഠൻ ചെയ്യരുതെന്ന് തന്നെ ചിന്തിച്ചു ഉപകാലം പാപ്പ ഞാൻ ഇരുന്നിരു കണ്ടു മറ്റു കൈവെള്ളത്തെയും പ്രാപിക്കുന്നേ. യോഗീന്ദ്രനായ ശരകങ്കനം സഹോദരൻ യോഗീശനായ രാമൻ കൻപദം വഴിയുന്നേനന്ദ സന്തതം ചരാചരം ജന്തുക്കളന്തം ഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമന്നു സുവാദള ശ്യാമളംബോജാക്ഷം ശ്യാമളം അംബോജാക്ഷം ഇരവാക്ഷം ജടാമുദന്തനുദ്ധരം സവിത്രദേവം ജനവാത്മജാസമന്വിതം സൗമിത്യമനോഹരം കരുണാരത്നാകരം. ബുദ്ധഭാവവും നീക്കി ശ്രീയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു. ലോകേശവതം പ്രാപിച്ചിരുന്നബോധനം ആകാശമാക്കിയ വിമാനങ്ങളെ നാഗേശാദികൾ പുഷ്പവൃത്തികൾ ദേവീന പാകശാസനൻ പാതാം പോലവും വണങ്ങിനാൻ. മൈഥില സൗമിക്കുന്ന താപസഗതി കണ്ടും കൗസല്യാസനും കൗതുകം വളർന്നു. തത്രേവനന്തരം ചന്ദ്രകാരണ്യതലവാസികാരമുനിമണ്ഡലം ജഗന്നാഥൻ കുണ്ടലി വസന്തനെ കാണാൻ വന്നില്ല. രാമലക്ഷ്മണന്മാരും ജാനകി ദേവിരാനും മാമുനിമാരേവിന് നമസ്കാരവും ചെയ്താൽ താപസന്മാരോ മറ്റു പ്രാർത്ഥന ചെയ്ത അവരോടാരായ അരുൾ ചെയ്താൽ ഇന്നൊരിടത്തിൽ ഞങ്ങളിരിക്കുന്നു. വന്നുപോത്തു മുതൽപ്പേ പള്ളികൊള്ളുന്ന ഭഗവാൻ യാഥാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി കടനായി രൂപി മക്കളുടത്തിങ്കൾ ശേഷനം സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതത്വ ശങ്കരങ്ങൾ അഭിഷേക വിഷ്ണാദികളും സങ്കടം ഞങ്ങൾക്ക് നാനാതാവസ്ഥലം സമ്മാനാത്മീ കൂടെ പോയിടേണം. ജാനകിയോടും സുനിതാസുനോടും കൂടി മനസ്സേ കാരുണ്യമുണ്ടാകുമല്ലോ കണ്ടാൽ എതിരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്ന് ഓരോരോ മുനിവർണ്ണശാലകൾ കണ്ടാൽ അന്നേരം തലയോട് മില്ലുകൾ ഓരോ മില്ലുകളെല്ലാം ഓരോ കുഞ്ഞുകൾ പോലെ കണ്ടു ഭഗവനും ചോദ്യം ചെയ്താൽ ഭഗവമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അസൈവങ്ങളും എന്തോ നിശ്ചയുണ്ടാവാനവോ സർവാക്യം കേട്ടോലെന്ന സാവധനാരെ കൊല്ലും വ്യക്തിയോഗണം വൃക്ഷമാറ്റമഞ്ഞിരുനാഥ വൃത്താന്തമിത്തം കാര്യം അരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുല ഒട്ടൊഴിയാതെ ഞാൻ
നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തത്ര നിത്യസമ്പൂജ്യമായ വനവാസികളാൽ തത്വതയോടും മഞ്ഞോടും കൂടി വസിച്ചു കഴിഞ്ഞതു മത്സരം ത്രയോദശിക്കാലം കാണായി വന്നു. വിഖ്യാതമായ ശ്രീശാസ്ത്രമോ മനോഹരം മുഖ്യദാസ കുലശിത സന്ധ്യാഗുണം സർവഗുണഗണ സമ്പന്നമനുഭവം സർവകാലാനന്ദാനോദയമത്യത്ഭുതം. തദ്വസ്തീവ വിദ്യതും ബ്രഹ്മജ്ഞാനവും ഉണ്ട്. അല്പമനില സംശയം നിരൂപിച്ചാൽ താപസോത്തമാകുവാനെന്നെ സേവിക്ക് മൂലം ബാധിക്കുമല്ലോ. ദേഹനാശേ കൊണ്ടോരാനന്ദവാചാര്യനാം അഗത്യനെ കണ്ടു വന്നിട്ടുകൊള്ളുവാൻ എന്തിനാവതിപ്പോൾ കിഞ്ചക്കാലം വസ്തുമുണ്ട്. അത്യാഗ്രഹം എത്രയും ഉണ്ടടുത്തോ അഗത്യാക്രമം മുനി നിത്യം രാമോക്തി കേട്ടിരുന്നു അസുരീ വിഷ്ണനും അസുരേ ഭദ്രമത് പൂനീതതിന് ഞാൻ കാട്ടുവനല്ലോ വഴി കൂടെ പൊന്നടുത്ത നാൾ വാട്ടമെന്നെ വസിക്കേനം ഇവിടെ നാം ഒട്ടുനാളുണ്ടോ ഞാനും കണ്ടിട്ടെൻ ഗുരുവിനെ കുറ്റമോദത്തോടൊക്കെ ഒക്കെ തക്ക പൊയ്ക്കൊള്ളാമല്ലോ. ഉത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്താനം ചെയ്ത് സന്ധ്യാവന്ദനം ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും നന്ദൻ നടന്നു മധ്യാഹ്നേ പോയി ജന്മിതരാമാനവിശ്വാസമേറ്റവും വന്നു തൽക്കാലം ചെയ്താൽ അഗത്യനും സകജനും വന്യഭോജനവും ചെയ്യുന്നവരെല്ലാവരും സജാവും ചെയ്തിരുന്നു. ശേഷം ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കാണിച്ചു കൊടുക്കപ്പോ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അഗസ്ത്യ സന്ദർശനം കുറേ വായിക്കുന്നത് നിർത്തി. അവിടെ 8:30 ഉണ്ടാവും. ഇതെന്തെങ്കിലും 8:30 ശേഷം പ്രസാദം കിട്ടും. വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണനും തന്നോടിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോടാകലെ ന്യായോരന്യാണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിരുന്നൊരു വാസ്തവം ശ്രുത്വാ രാമോക്തം സുധീഷ്ണ രാമമധ്യാപ്തൽപരം ശിഷ്യന്മാർക്കായോ മത അഗസ്ത്യമാത്മാരാമീശ്വരം ആരൂഢവിനയം കൊണ്ടാൽ അധവക്രത്തോടും ആരാളുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൽ രാമനാം പുറത്തുഭാഗത്ത് കാരുണ്യാബ്ദേയും തൃക്കടലിനെ കണ്ടു വന്നിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നെ അകത്താൻ കണ്ടറിയിരിക്കുന്നു. കുംഭസംഭവൻ പുനരേതും ചെയ്താൽ ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേഹൃതിസ്ഥിതം ഭക്തിവത്സരം ദേവം പ്രാർത്ഥിക്കും. ഞാനെത്ര നാളുണ്ട് കാണുവാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നന്യാറ്റം സരവസമുത്തായ മുനിപ്രവൻ ഗോതമമധ്യേ ചിത്തമത്യന്തഭക്യാം സത്തമരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്രം പ്രാർത്ഥനയിൽ ചെയ്താൻ ഭദ്രം തേ നിരന്തരമക്തി സമ്പദം രാമ ഭദ്രം തേ നിഷ്ഠാചിതമദ്ദൈവ സമാഗതം.
യോഗ്യനായിരിപ്പോരിഷ്ടാബുദ്ധി ബലാത്മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിരിക്കുവാൻ ആദ്യവാസനം മമ സബലമത്രയല്ല അഷ്ടവസാവല്യവും വന്നിരു ജഗൽപതിയും കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമീതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തതപ്പോൾ കുംഭജന്മാവും എതിർത്തേൽപ്പിച്ചു ശീലം കാടശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ായ ലക്ഷ്മണനെയും സ്പർശന പരമാഹ്ലാദ ജാതസ്രവ നേത്രകീലാപിതനായ താപസവരൻ ഏകേന കരേണ സംകൃത്യ രോമാഞ്ചാണിത്വം രാഘവന്റെ കരപങ്കജമദ്ഭുതം സാത്രമം ജനമഹിഷ്ടാത്മനാമുനിശ്രേഷ്ഠ നാസ്തിക ജനപ്രിയനായ വിദേശം രാമം വാദാർക്യാസന മധുകർക്ക മുഖ്യങ്ങളും ആവാക്യ സമ്പൂജ്യ സുഖമായി ഭവിഷ്ടം നാദം വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം പൂജിപ്പിച്ചു ധന്യനാം തബോധനേകാന്തേ നീ വരുന്നതും പാർത്ത് ഞാനിരുന്നതും മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ തീരവാരി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു രാവണൻ തന്നെ കൊന്നുയാൻ മണ്ഡലം ഭാരാപഹരണം ചെയ്തിടുവൻ അവനെന്നു തന്നെ സാരസനാനക സകലേശ്വരാദയാൽ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനെന്ന് ആനന്ദസ്വരൂപനാം നിന്നുടെ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം വിദ്യൻ ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു നിലനിൽക്കനായ ആനന്ദനായി ലോകകാരണൻ നികൽപ്പോവാതിരവിധൻ തന്നുടേമായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവാജ്യം വേദാദികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നു പണിച്ചാൽ മായാദേവിയെ മൂലപ്രകൃതി എന്ന് ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്ന് ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്ന് പറയുന്നവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാസംക്ഷോഭ്യമാനയാതിഗ്രയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്വത്വമെന്നല്ലോ ചൊല്ലു നിന്നുടെ നിയോഗത്താൽ മഹത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുര മഹത്വത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സ്വാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിരു മൂന്ന് എന്നറിഞ്ഞാൽ താമസിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും സ്ഥൂലപഞ്ചഭൂതവും രാമസത്തിങ്കൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും നിന്നെ സ്വാത്വികത്തിങ്കൽ നിന്നു മനസ്സും ഉണ്ടായി വന്നു സൂത്രരൂപകലിംഗം അവയ്ക്കിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത ശൂലസഞ്ചയത്തിങ്കൽ നിന്നു വിദ്യനാം വിരാട് കുമാരുണ്ടായി അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ പിന്നീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ്യ പ്രിയജ്ഞോതി ജാതികൾ സ്ഥാവര ജംഗമാവുക പൂർണ്ണമായുണ്ടായി വന്നു ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുവാനും രുദ്രനും ഉണ്ടായി വന്നു ലോകസൃഷ്ടിക്കു രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ദാദാ നാഭിയിൽ നിന്നുണ്ടായി സപ്തമാ ഗുണത്തിൻ്റെ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഭരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാതൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായി ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ ഔവ്യനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടെപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെ പോലെ ആയതും ഭവാൻ ഒൻമഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള വേദാഖ്യ വിദ്യ എന്നല്ലോ ചൊല്ലി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തിനിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്ത വാക്യാർത്ഥ വേദികളായ സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവേശകന്മാർ നിത്യസംസാരികളെ അനവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസ സൈന്യനിരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെ തത്വജ്ഞന്മാർ തന്മന്ത്രോപാസന
ഉപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നമ്മള് വായിച്ചിട്ട് നിർമ്മലയായ വിദ്യതാനെ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും തെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്തമുക്തന്മാരില്ലേതും സംശയമൂട്ടാൻ തൊൽഭക്തി സുനാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷമ സംഭവിക്കുകയില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധു. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം ചിന്തിച്ചൊല്ലുവന്തരാവതി. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തവന്മാരല്ലോ. ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താകില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമധമ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽക്കഥാശ്രവണേണ്ടാം. തൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി. വിജ്ഞാനാദികൾ കൊണ്ട് മോക്ഷം വരും. വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ തദ്ഭക്തിയും നിങ്കലെ പ്രേമമായി രാഘവ സദാ ഭവിക്കണമേ ദയാനിലേ. തൊൽപാദാംബുജങ്ങളിലും തൊൽഭക്തന്മാരിലും ഉൾഭൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. വായിച്ചോ? ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മം, ഇന്നു മൽകൃതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നതു വന്നേത്രം. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ, സീതാവല്ലഭ ജഗന്നായക ദശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു, കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭഗവദ്രൂപം തോന്നേണം ദയാംബുദേ. മനസേ ഭഗവദ്രൂപം തോന്നേണം ദയാംബുദേ. ജാനകീ ജീവൻ വായിച്ചോ? ജാനകീ ജീവന സ്മരണം ജയ ജയ രാമ രാമ. അറിയില്ലേ? സ്തുതി ഒരുമിച്ച് ബാണപുനീരത്തോടും കൊടുത്തു ഗർഗത്തോടും ആനന്ദവിവശനായി പിന്നെയും വരൂ ചെയ്ത ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവിനിഷ്ടമാക്കി ഗണം വൈകില്ലാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീമാരിയോടും രാക്ഷസവധത്തിന് മർത്യനായി തീർന്നത്. 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയായ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതി സീതയാ വസിക്കുകൂടി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടനായി അനുജ്ഞമല്ലി മുനി. സുത്രൈതൽ സ്വോത്രം സാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവഴി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യവാദാഭുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടും എഴുന്നള്ളിയിരുന്ന നേരം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. അത്ര ശൃംഗാഭം തത്ര പദ്ധതി മറ്റേ കണ്ടു. അത്ര സപ്തമനാകും വൃദ്ധനാഞ്ജലായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ട രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചെന്നാൻ. രക്ഷസാം പ്രകരനി കിടക്കുന്നതു മുനി ഭക്ഷകൻ ഇവനെ നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ് തന്നിടുന്നു ഭീതിയുണ്ടാകൊല. കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നത് കേട്ട് പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാവർജനല്ല ഹന്തവ. താതനോ ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ ഭരിച്ചനറിഞ്ഞാലും നിന്തിരുവടിക്കു ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. അന്തവ്യനല്ല ഭഗൽ ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു സ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരുപ്പതിനടുത്തു വസിക്കനെ സങ്കടമെനിക്കുന്നു നിനക്കില്ല. ശങ്കിച്ചല്ലോ നിന്നെ ഞാനതു കഷ്ടം കിങ്കര പ്രവരനായി വാഴുക മേൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിത് പഞ്ചവടി തമ്മിലാമ
സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു. ലക്ഷ്മണൻ മനോജ്ഞമായി വർണ്ണ പുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും ഉണ്ടാക്കിനാൻ. ഉത്തമം ഗംഗാനദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും. കദളീപന സമ്പ്രാപ്തി അഖില ഫല വൃക്ഷാവൃത കാനനെ ജനസമ്പാദ വിവർജിതെ നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളിൽ ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാവ് ബാണവും ധരിച്ചാശ്രയാരക്ഷാർത്ഥമായി നിന്നേടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മുവനും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴുംകാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണൻ ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മനസാനന്ദം വരുമാരവൻ ചെയ്തിടണം. ആരും നിന്തിരുപടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണനോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിത് വഴി പോലെ. കേട്ടാലുമെങ്കിലത് ഗുഹ്യമാം ഉപദേശം കേട്ടോളം ചേർന്നുകൂടും. വികൽപ്പഭ്രമമെല്ലാം മുമ്പിനാൽ മായ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ. അമ്പോട് പിന്നെ ജ്ഞാന സാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ. ജ്ഞേയമായുള്ള പരമാത്മാനം അറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രേ മായമാകുന്നതു നിർണയമതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപമായി എന്നറിക സൗമിത്രേനി. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക. അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളും സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയാകുന്നതും മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതം എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. രജ്ജു കണ്ടെത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരിൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിപം വിചാരിക്കലില്ല ഇല്ലാതൊന്നല്ലോ. വിഭ്രമങ്ങളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട ജന്മസംസാരവും സംസാര വൃക്ഷമൂലമായതും ദേഹം. തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയാദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നും ഉണ്ടല്ലോ നാം എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്നും ജീവനരും നിർണയം പരമാത്മാ നിശ്ചയം നിരാമയൻ ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞു കൊള്ളുവാനുള്ളൂ. സാധനങ്ങളെ കട്ടുകൊണ്ടുവാ സൗമിത്രേണി. ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമെന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ. മാനകുണ്ഠംബം ഹിംസാ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ അന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവദന ദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാ മരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സംഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേറ്റമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുണ്ടെന്നെങ്കിലും കൂടാതെ നിരന്തരം
ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിധ ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടു. ഏകാന്തേ പരമാത്മാജ്ഞ തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മന് സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികൽപ്പങ്ങൾ ഏതുമേയുണ്ടാകുല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലെ മാനമില്ലാത്ത പരമാത്മാവ് താനേ വേറെ നിൽപ്പിതു. ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം ത്വൽപാദാത്മാ ജ്ഞാനിക. ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൈക്കൊണ്ട് എന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ സർവസത്വാന്തർഗത പരിച്ഛേദ്യനല്ലോ. ഏകൻ അദ്വയൻ പരൻ അവ്യയൻ ജഗന്മയൻ യോഗേശേനൻ അഖിലാതരൻ നിരാധാരം. നിത്യസത്യജ്ഞാനാദി ലക്ഷണൻ ബ്രഹ്മാത്മകൻ. ബുദ്ധ്യോപാധികളിൽ വേറിട്ടവൻ മായാമയൻ. ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മാനാം. ജ്ഞാനമാചാര്യശാസ്ത്രവും ഉപദേശൈക്യജ്ഞാനം. ആത്മാനോരേവം ജീവ പരയോർമൂലവിദ്യാമ. ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവെന്നോ. ആത്മാവെന്നെ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമായി ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമിതുള്ളവണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളവര് എല്ലാരും ജഗത്തിങ്കിൽ മദ്ഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭമെങ്കിൽ മദ്ഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി. രാത്രിയിൽ തൻ്റെ പാദം ദീപമുണ്ടെന്നാകിലോ നേരുള്ള വഴി അറിഞ്ഞിടാവിധവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണുവാൻ വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം. ഭക്തിക്കു കാരണവും എന്തൊന്നു കേട്ടാലൊന്നേ. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമമേതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയും അതാ. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജന അഗ്നി വിപ്രാണാം കൊടുക്കുകയും അതാ. കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുദ്ഗുണ നാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയാൽ സന്തതമിത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്ക് ഒരന്തരം വരാനൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ട. ഉത്തമോത്തമന്മാരാവരവരല്ലോ ഭക്തിമുക്തങ്ങൾ. വിജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ മുക്തമായതു നിനക്കെന്നാലേ ധരിക്കണേ. വക്തവ്യമല്ല നല്ല നൂനമെത്രയും ഗുഹ്യം മമ. ഭക്തന്മാർ കുഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യമവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാമർത്യനിരു. നിത്യമായി പാഠം ചെയ്യല ജ്ഞാനമകന്നു പോം. ഭക്തി സംയുക്തന്മാരായ യോഗേന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിതമല്ലോ മുക്തി എന്നറിഞ്ഞാലും. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടിനോരനന്തരം. ഗൗതമി തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ജരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹനി. പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേറിയിടും പാദപാദങ്ങളതു നേരം. പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകം ഉൾക്കൊണ്ടു രാമമാശ്രമം അകമ്പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജംഭവ ഭയനാശനം മാനവ വീരം മനോമോഹനം മായാമയം. മാനസഭവ സമം മാധവം മധുഹരം.
ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു. മീനകേതന ബാണപീഡിതയായാളേറ്റം സുന്ദര വേഷത്തോടും മന്ദഹാസവും പൊഴിച്ച് ഇന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ. ആരെടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടിൻ്റിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തോരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിടു താമസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവിണി ഭഗിനി ഞാൻ അക്കയ സ്വപ്രണക. ഓം ശ്രീകൃഷ്ണൻ. കാമരൂപിണിയല്ലോ കരദൂഷണ തൃശീരാക്കളാം ഭ്രാതാക്കന്മാർ അരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലെന്നും പുനർ എന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യമൽ ഭ്രാതാവായ ലക്ഷ്മണനിവനിടൂ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരെ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി. എന്നോടു കൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരനവളോടരുൾ ചെയ്തിടിനാൻ. ഞാനിഹ തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ. മാനസെ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നു കൊണ്ടും സാപജ്ഞോത്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം. താപത്തെ സഹിപ്പിനാളല്ല നീയുമേടു. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ. ലക്ഷ്മി ദേവിക്കു തന്നെ യുക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരെ. സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനെടു. മംഗലശീലനനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി ചെന്നവൾ അപേക്ഷിച്ചാൽ ഭർത്താവാകുന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൾ. എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനു. തന്നെ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിടൗകീലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുല നായകനോടു ചൊന്നാൻ. എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു. നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ. മന്നവാഗിരി വന ഗ്രാമദേശങ്ങൾ തോറും എന്നോടു കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരൂ മനാരഥം. ഇത്തരമവളൂര ചെയ്തതു കേട്ട നേരം ഉത്തരമുരൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാലവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണമതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണമവൻ അതിനാരെന്നു തിരിഞ്ഞിരിക്കും നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതും. ധരിക്കെന്നിനീ കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനിടൂ. രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ. നിന്നിലേതും ഒരു കാംക്ഷയെന്നറിയുക നീ. മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപെ പോയി ചെന്നു നീ അപേക്ഷിച്ചാൽ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടും കോപവും മതി പ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപ്പിട്ടഞ്ജന ശൈലം പോലെ കായാകാരവും ഘോരദംഷ്ടയും കൈക്കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ
സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളുറയുരിക്കാതു മുലയും മുക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലി കൊണ്ടു. നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരുമാരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെ പോലെ. ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വര ഉണ്ടിനി ഇപ്പോളെന്നു ദേവദേവനു മരുൾ ചെയ്തരുന്നരുളിനാൻ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാക്ഷസപ്രകരനായിടിന കരൻ മണ്ണിൽ പക്ഷമറ്റവനിൽ രോദനം ചെയ്ത മണ്ണിൽ പതനം ചെയ്തു നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശുഖരൻ മൃത്യുതൻ വസ്ത്രത്തിങ്കിൽ സത്വരം പ്രവേശിച്ച് തത്ര ചെല്ലാരെന്നോടൻ എത്രയും വിരയെ നീ വെട്ടുവീർത്തേറ്റം വിരക്കിളറി സകർഗതമാറ്റി പോണ്ടാറ്റി വീഴ്ത്തിയ ചൊല്ലിനാൽ അവളപ്പോൾ ഭക്തന്മാർ ദശരഥപുത്രന്മാരിരുവരുമുണ്ട്. ഉത്തമ ഗുണവാന്മാർ എത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്ക് നാമമൊരു ഭാവനയുണ്ട് കൂടെ ചെയ്ത എന്നവൾക്ക് പേർ. അഗ്രജന്ന യോഗത്താൽ ഉഗ്രനാം അവരജൻ ഖഡ്ഗേന ഛേദിച്ചതോ മൽക്കുജാതികളെല്ലാം സൂര്യനായിടം നീ ഇന്നവനെ കൊല ചെയ്തു. ചോര നൽകുക ദാഹം തീർക്കുമാർ എനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്ത് ഗിരിച്ചവന്നിടമമ്മ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടുകരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാത്തമന്മാരെ കൊന്നുമ ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശു നിങ്ങൾ നീ കൂടെ ചെന്ന് കാട്ടിക്കൊടുത്തിടന്നാൽ ഒരാകൂലം വരുത്തിടും നിനക്കുമടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ. കരനേറ്റം ഉന്നതന്മാരാമ്പതെന്നാലു രാക്ഷസരെയും ശൂലമുദ്ഗര മുസലാദി ചാപേഷു പിണ്ടി പാലാദി പലവിധമായുധങ്ങളുമായി ബുദ്ധന്മാരോർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു. യുദ്ധസന്നദ്ധന്മാരായി എടുത്താരതു നേരം ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗകം പ്രയോഗിച്ചാൻ. ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രാകൃത നാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കൾ അയച്ചൊരു ശസ്ത്രൗകം വരും നേരം പ്രത്യേകം ഓരോരുത്തരം കൊണ്ടവ കണ്ടിച്ചുടൻ പ്രത്യർത്ഥജനത്തെയും വധിച്ചാനോന്നിനായി. സോപ്പണത്തെയും അത് കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂക്കി ഹരൻ മുൻപിൽ വീണരുളിനാൻ. ഇന്ന് പോയി കളഞ്ഞതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങനെ നയിച്ചവൻ 14 വരും ചൊല്ലി. അങ്ങ് ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ട് ഇന്ന് നീ വരാനവണ്ണം പ്രയാസപ്പെട്ടവർ എന്ന് സൂപ്പണകയും ചൊല്ലിനാൾ. അത് കേട്ട് വന്ന കോപത്താൽ ചൊല്ലിനാൻ അന്നേരം പൊരിക നിശാചരി 10,000 ഭൂഷണനും മലിനും പുറപ്പെട്ടു വീരനാൻ ഭൂഷണനും ഹരനം നടകൊണ്ട് ധീരതയോടെ യുദ്ധം ചെയ്തതിന് ഉടറ്റൂടെ രാക്ഷസപ്പടയുടെ രൂക്ഷമം കോലാഹലം കേൾക്കായ നേരം രാമൻ ഘോഷമിത് സമൂഹം യുദ്ധത്തിന് വരുന്ന രക്ഷോബലം ഘോരമായിരിക്കൊരു യുദ്ധവുമുണ്ട് ഇപ്പോൾ. ധീരതയോടും കാര്യം വേണം വൈദ്യുതി തന്നെ ഒരു മുന്നിലാക്കിക്കൊണ്ട് വിധി കൂടാതെ പരിപാലിക്ക വേണം ഭഗവാൻ. ഞാനൊരുത്തനെ കൊണ്ടും ഇവരെ കൊല ചെയ്യുവാൻ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെ
പൂതാകരാമൻ ജയിപ്പോതാകുന്നു തത്കാലേക്കും പോൽപ്പവന്റെ കഴിയും മുന്നേ സർക്കാർ നിക്ഷിപ്തമായിരുന്ന സരാകരം പ്രത്യേകം കാണാനെന്ന രസയും ചിത്രം മുഖ്യ വൈഷ്ണവജാപം വൈകുവടക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് കൊണ്ട് കാണാനെന്ന് രാമചന്ദ്രനെ അപ്പോൾ കണ്ണിച്ചാൻ ശരനുടെ ശാപവും കവചകുണ്ടല ആറ് കിരീടങ്ങളും അരക്ഷണാൽ സൂചനയ്ക്കുന്ന ദുരകങ്ങളും പേരും കൊണ്ട് സാധിനായകനെടുത്തിടുന്ന നേരത്യം അടുത്തിടന നേരത്തെങ്കിൽ മറ്റൊരു ചെയ്ത് കറിയേറിനാണ് ായും രാമൻ വേറിയ കോപത്തോട് പിന്നെ മറ്റൊരു തേടി കയറി വന്ന പ്രയോഗം വാരണാസേന തടുത്തിരുന്ന ദിവസവും പിന്നെ പൗരമത്രം ചെയ്ത ഐന്ദ്രാസ്ത്രം കൊണ്ട് മന്നരൻ ഉച്ചത്തിൽ കഴിച്ചു കുറച്ചുകൂടി ഉച്ചത്തിൽ കഴിച്ച് കേൾക്കുന്നു പറഞ്ഞു പറഞ്ഞു വസ്ത്രം കൊണ്ട് ശാന്തമായത് കണ്ടു കലനൻ കോപത്തോടെ ആസുരവസ്ത്രം പ്രയോഗിച്ചത് കണ്ടു രാമൻ ബാസുരമായ ദൈവാസ്ത്രം കൊണ്ട് തനിക്കയാൽ വൈഷ്ണവാമേകാസ്ത്രമേത് തൻ രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശവും നന്ദുകഞ്ഞാൽ സാരഥി തന്നെ കൊന്നു കരകങ്ങളെ കൊന്നും പേരും പിടിപൊട്ടിച്ചു കളഞ്ഞ് പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ യാതുതാനാനുഗതി ശൂലവും കൈകൊണ്ടത് ക്രോധേന രഘുവരൻ അടുത്തിടുന്നേരം ഇന്ദ്രദൈവതാമസ്ത്രമൈശാരൗണചന്ദ്ര ജഗന്നാഥൻ വിഷ്ണുലങ്കാ നഗരോത്തരദ്വാരേതല തുണി പൊക്കിതു വന്നു ബാണവും അതുനേരം കട്ടുരാക്ഷസന്മാരിൽ അവന് തലയിൽ കുംഭാണ്ട് പറയുമെന്ന് സഞ്ജയൻ തുടങ്ങിനാൽ ഹരാഭൂഷണ ഋതുരാജികളാ നിജാതകരം 14,000 മുക്കാൽ കൊണ്ട് രാഘവൻ തന്നാൽ വീണാണെന്നു 14,000 ധരിച്ചാലല്ലോ ദിവ്യ വിഗ്രഹം അതിനേറെ ജ്ഞാനത്തിൽ ലഭിച്ചത് രാഘവൻ ഭക്തയിൽ നിന്ന് മാനസിക നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാൽ പലതരം നമസ്തേ പാദാംബുജം ഒരുമിച്ച് വയ്ക്കും നമസ്തേ പാദാംബുജം നമസ്തോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭിഷ്ടപ്രദം സമസ്തേശ്വരാദയാ വാരിദേ രഘുപദേ നിമിചീരണം ചിത്തം ഭവതി രമാപദേ സ്വൽപദാംബുജം നിത്യം ധ്വനിച്ചു മുനിജനം ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു ഉൾപ്പാടു മഹേശനെ തന്നെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം വേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂല ചേതനക്കുദാരമായി ഭവിച്ച ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലം ഒക്കരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനീശ്വരന്മാരായി ജനിച്ച നിങ്ങളിനി രാമനായി അവതരിച്ചിരുവൻ ഞാനും രാജസദേഹന്മാരാം നിങ്ങളെ ജപിച്ചെന്നു മോക്ഷവും കണ്ണീടുവാനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും കണ്ണീടണം ആനന്ദസ്വരൂപനാം രഘുപതിനാഥ എന്നവരപേക്ഷിച്ച വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാലങ്കാരാദികൾ ജാഗ്രസ്വപ്നാഖ്യ അവസ്ഥാഭേദങ്ങൾക്കും മീത സാക്ഷിയാൽ പരബ്രഹ്മം പ്രതിമാനന്ദനേകം വായുഭൗമാരാദികളാപമാവായുകളാൽ പര്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി നിരീക്ഷും പരമാത്മാവും പരബ്രഹ്മ ആനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം ജീവനാപദേശം ചെയ്ത് മോക്ഷങ്ങൾ നൽകി ദേവദേവത്വം ജഗത്കാരിന ശാസ്ത്രജി രാഘവൻ 3.25 നാഴിക കൊണ്ട് വന്നാൽ വേഗേന 14 കൂടി വന്ന് രാജതന്ത്രേവിന് നമസ്കാരവും ചെയ്താൽ സത്രനികുത്തമം ഭദ്രവിഗ്രഹം കണ്ടു വൃത്തവാസ്വാമി വിജയ
മന്ദം മന്ദം തൃശൈലത്തിന്റെ കണ്ണൂരി കിടക്കുന്നത് കൊണ്ട് വിസ്മയം നേടിയിരുന്ന രാവണൻ തന്റെ വരവിനെ ഇപ്പോഴും ജനലിപ്പണം തന്നെ ഒരുപാട് വിലപിക്കാൻ പതിനാലോട് തുടരുന്ന യുദ്ധം ജീവിതം സ്ഥിതിയെ പ്രാപിച്ചതും 14,000 സാധുക്കന്മാരായി സഹോദരന്മാരോട് അനുക്രാന്തകൻ കരം മനുഷ്യ വൃത്താന്തങ്ങൾ ക്രമത്താലിനെ കാലം വൈകാതെ ഒരുങ്ങീരം മമത്യാവൈര്യം കളികം കൂടി നിരൂപിച്ച് നിർമ്മിച്ചിടിനാൽ പലലാശികളുമാണ് പത്തായികൾ മൗനികർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കെ ചേർത്തിടുവാനും ലക്ഷ്മണനവ മോനിൽ കൊണ്ടുവന്ന രാമൻ പത്താൽ കൈവച്ച് കരുതിയിടാൻ ഭക്തിയോട് അങ്കുലീയകമൊരു സമ്പുത വിലോചനൻ അങ്കുലീയത്തിന് ചൂടാരത്നവും പിന്നെ മൈത്രി തനിക്ക് നൽകിയിടനാൽ കവചവും രാധാവും ജാനകി ജീവനസ്മരണ പൂജ കഴിഞ്ഞു. ജയ ജയ രാമ രാമ. പൊട്ടുമച്ചി രാവണ ഭഗിനിയും രോദനം ചെയ്തു. പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാലഞ്ജന ശൈലം പോലെ ചൂപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോട് അവന് മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരം അവൾ മുര ചെയ്താൻ. എത്രയും മൂടൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ ശ്രീജിതൻ അതീശടൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നതു കൊണ്ടു ചൊല്ലുന്നു നിന്നെ വ്രത. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഭൂഷണ തൃശീരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. കുറെ സമയം വായിക്കും. പ്രഹാരാർദ്ദേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിരിനാൻ ദശാനനൻ. എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തോരു മൂലമവൻ കൊല്ലുവാനും നിന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു യാതുതാൻ അതീവേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനത്താന് ദേശത്തിങ്കൽ ആനന്ദം കൊണ്ടു താന് സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമി തടമ്പുക്കെ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടൻ ജഗദാശ്രയ ഭൂതൻ ജടാവൽക്കള്ളങ്ങളും പൂണ്ടു ശാപബാണങ്ങളോടും എത്രയും തേജത്തോടും താപസവേഷത്തോടും ധർമ്മകാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും വാമിനി തന്നെ കണ്ടാൽ നാരികൾ അവണ്ണം വറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷ നാരിമാരിൽ ദേവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റും അപ്സര സ്ത്രീവർഗവും നാണം പോലൊളിച്ചിടും അവളെ വഴി പോലെ. കാണുമ്പോൾ അനന്തനും ദേവതയവളല്ലോ. കൽപ്പതിയാകും പുരുഷൻ കൽപ്പതി എന്നും കൽപ്പിക്കാം. വികൽപ്പമില്ലൽപ്പവും അതിനിപ്പോൾ കൊൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരും വെട്ടേൻ. കർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ ഉത്താന്തം കരനോടു ചെന്നു ഞാനറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചരാനികിനിയോടും അവൻ ദോഷവേഗേന ചെന്നു രാമനോട് ഏറ്റ നേരം. നാഴിക 3 കൊണ്ടവൻ ഉക്കിനാൻ ഭസ്മമാക്കിയതും പിണങ്ങിയിടുകിൽ വിശ്രംസണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. തൽപ്രകാശത്തിങ്കലാക്കിയിടുവൻ തക്കവണ്ണം
ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഖ്യെ വസിക്ക കൊണ്ടാകുന്നു ദൈവരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതിരിക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹന ഗാത്രി തന്നെ കൊണ്ടുപോരികയുള്ളൂ സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നെ മണിയറ തന്നിരങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാക മൂലം എത്രയും ചിത്രമോത്തോളമിതമൊരു മധ്യനാൾ 3:45 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്കഞ്ചര പ്രവരൻകരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ വ്യക്തമാനുഷനല്ല രാമനെന്നതു മൂലം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനിക മൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവു മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മധ്യനാക്കിറങ്ങിപ്പോൾ എന്നെ കൊല്ലുവാനൊരും വെട്ടുവന്നെന്നാകിലോ ചെന്നു നാൻ വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യമെന്നാൽ അല്ലലില്ലൊന്നു കൊണ്ടും മനസ്സിൽ നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതും എല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂടത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീ നാരായണൻ രാമനെന്നറിഞ്ഞതാ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൽ വിദ്വേഷബുദ്ധ്യാരാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല ഗീലേശൻ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനവും മുതയാദ്രിമൂർധനി വന്നു പേരിലേറി ഞാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരമാം തീരം തത്ര മാരീജാശ്രമം പ്രാപിച്ചിടിനാനധികൃതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരി ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധിപും ആമോദത്തോടു മരുവീടിന മാരീജനും ലൗകികാത്മന ഗൃഹത്തിങ്കല ആഗതനായ മരുവീടിന് മരീജനും ലോകോ അത് അവിടത്ത് സ്റ്റോപ്പില്ല ലൗകികാത്മന ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയാകിയ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടു മുത്താനവും ചെയ്തു കൊണ്ടുതന്മാരീരണച്ചാനന്ദാസുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനും ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ തൃക്കാൽക്കൽ ഇന്നത്തെ പാരായണം സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സംഗീതം ഗോവിന്ദ ഗോവിന്ദ.